3 മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിലും BJP പരാജയമുറപ്പിച്ച മട്ടാണ്. അത് നമുക്കറിയാൻ കഴിയുക BJP നേതാക്കളുടെ വായിൽ നിന്നും വരുന്ന വിഷം ചീറ്റലുകളാണ്. മറ്റെല്ലാ നമ്പറുകളും പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മുസ്ലിം സംവരണത്തിനെതിരെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിമർശനവുമായി എത്തിയത്. കർണാടകയിലെ പോലെ ഹരിയാനയിൽ മുസ്ലിം സംവരണം അനുവദിക്കില്ല എന്നാണ് അമിത് ഷാ പറഞ്ഞിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും തട്ടിയെടുത്ത സംവരണമാണ് കോൺഗ്രസ് കർണാടകയിലെ മുസ്ലിങ്ങൾക്ക് നൽകിയതെന്നും എന്നാൽ ഹരിയാനയിലെ മുസ്ലിങ്ങൾക്ക് നൽകില്ല എന്നുമാണ് അമിത് ഷാ വ്യക്തമാക്കിയത്. ഹരിയാനയിലെ മഹേന്ദ്രഗഡിലെ ഒരു പൊതുപരിപാടിക്കിടെയാണ് അമിത് ഷായുടെ ഈ പ്രസ്താവന വന്നത്. ഒരു കാര്യം ഇതോടെ നമുക്ക് ഉറപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് നേരത്തെ കർണാടകയിലെയും തെലുങ്കാനയിലെയും മുസ്ലിം സംവരണത്തിനെതിരെ അമിത് ഷാ പറഞ്ഞത് ഇതേ വാക്കുകളായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തി. കർണാടക BJPയിൽ നിന്നും പിടിച്ചെടുത്തപ്പോൾ തെലുങ്കാനയിൽ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് അധികാരത്തിലെത്തി. ഇനി ഹരിയാനയിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കർണാടകയിൽ മുസ്ലിം വിഭാഗത്തിനുണ്ടായിരുന്ന 4% സംവരണം നേരത്തെ കേന്ദ്രം എടുത്തു കളഞ്ഞിരുന്നു. മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അമിത് ഷാ അന്ന് പ്രതികരിച്ചത്. കർണാടക സർക്കാർ ഈ തീരുമാനം ധൃതി പിടിച്ചെടുത്തതല്ല, തീരുമാനം വളരെ വൈകിയാണ് എടുത്തത്, വളരെ നേരത്തെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നുവെന്നും അന്ന് BJP ഭരണകാലത്ത് അമിത് ഷാ കർണാടകയിൽ പറഞ്ഞിരുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സംവരണം രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കുന്നില്ലെന്നും മതാടിസ്ഥാനത്തിലുള്ള സംവരണം റദ്ദാക്കേണ്ടതാണെന്നും പറഞ്ഞത് മാത്രമല്ല BJP അത് ചെയ്യുകയും ചെയ്തു. തങ്ങളത് ചെയ്തു, 1 വർഷം മുൻപേ ചെയ്യേണ്ടതായിരുന്നുവെന്ന് അമിത് ഷാ കൊട്ടിഘോഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ 84% ഹൈന്ദവർ വസിക്കുന്ന കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് 224-ൽ 136 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി. എന്നാൽ BJP നിർത്തലാക്കി എന്ന് പറയുന്ന ഈ സംവരണം ദേവഗൌഡയുടെ കാലത്ത് തുടങ്ങിയതാണ്. ആ ദേവഗൌഡ ഇന്ന് BJPക്കൊപ്പമാണ്. പക്ഷേ കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ മുസ്ലിം സംവരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഹരിയാനയിൽ പൂർണ്ണമായും BJP തകർന്നു നിൽക്കുമ്പോൾ പറയാൻ മറ്റൊന്നുമില്ലാതെ വന്നപ്പോഴാണ് 7% മാത്രമുള്ള മുസ്ലിങ്ങളുടെ കൂട്ടുകാരാണ് കോൺഗ്രസ് എന്നും ഹിന്ദുക്കളെ അവർ അപമാനിക്കുന്നുവെന്നും വരുത്തി തീർക്കാൻ അമിത് ഷാ ഈ അധര വ്യായാമം നടത്തിയത്. എത്ര പഠിച്ചിട്ടും ഇവർ മനസ്സിലാക്കുന്നില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളെ നരേന്ദ്രമോദി അധിക്ഷേപിച്ചു തുടങ്ങിയത് രാജസ്ഥാനിൽ നിന്നായിരുന്നു. അതോടെ 1 സീറ്റും ഇല്ലാതിരുന്ന കോൺഗ്രസ് സഖ്യം അവിടെ 8 സീറ്റുകൾ നേടി. അത് കഴിഞ്ഞ് കർണാടകയിൽ വന്നു. അവിടെ 1-ൽ നിന്നും കോൺഗ്രസിന് 9 സീറ്റായി മാറി. ബംഗാളിലും UPയിലും ഇന്ത്യ മുന്നണി BJP സീറ്റുകളെല്ലാം പിടിച്ചെടുത്തു. ഇതെല്ലാം കണ്ടിട്ടും പഠിക്കാത്ത അമിത് ഷാ ഹരിയാനയിലും ഇപ്പോൾ രാഷ്ട്രീയം കലക്കാനിറങ്ങിയിരിക്കുകയാണ്. ഹരിയാനയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലുള്ള 5 സീറ്റുകൾ നഷ്ടപ്പെടുത്തിയ BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രം പറഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ കാര്യം മനസ്സിലാകും. കർഷകരും യുവാക്കളും കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച ഈ സമയത്ത് ഇനി വർഗീയ വിഷം ചീറ്റുകയല്ലാതെ BJPക്ക് വേറെ വഴിയില്ല ഹരിയാനയിൽ എന്നർത്ഥം.